സംസ്ഥാന ബി.ജെ.പിയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം തലകീഴായി മാറി മറിഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് തൊട്ട് പിന്നാലെ പാർട്ടിയിൽ സാമ്പത്തിക തിരിമറി ആരോപണവും അതുപോലെ തന്നെ ഫണ്ട് വിവാദവും കനലായി കത്തുകയാണെന്ന് പറഞ്ഞാൽ അത് വെറുമൊരു വാക്കോ അല്ലെങ്കിൽ വീമ്പിളക്കലോ ആയി ആരും തള്ളിക്കളയരുത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും 12 കോടി രൂപയുടെ ഭീമമായ തട്ടിപ്പ് നടന്നതായാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഓഡിറ്റിംഗ് സംഘം ഇപ്പോൾ കട്ടായം കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ ഉൾപ്പെട്ട ഈ വൻ ഫണ്ട് വെട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇനി പാർട്ടിയിൽ എന്തും സംഭവിക്കാവുന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നതെന്നും കൂടി ചുരുക്കം പറയേണ്ടി വരും. മാധ്യമങ്ങൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വീണ്ടും വലിയൊരു ആശങ്ക പുകയുകയാണ്. അണികൾക്കും സാധാരണക്കാരായ പ്രവർത്തകർക്കും ഒരുപോലെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിൽ കടുത്ത അച്ചടക്ക നടപടികളും തിരിച്ചടികളും വരും മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് ഇന്ന് രാത്രി മുതൽ തന്നെ പാർട്ടിക്കകത്തുണ്ടായേക്കാം എന്ന് തന്നെയാണ് കരുതേണ്ടതും. ഇനി വെറുമൊരു അലിഗേഷനായി മാത്രം കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതിനെ ഒരു ആരോപണം മാത്രമായി കാണാനും കഴിയില്ല. കാരണം കേന്ദ്ര നേതൃത്വം നടത്തിയ ഈ തീക്ഷണമായ പ്രതികരണം പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. സംഭവത്തിൽ ഔദ്യോഗികമായ അച്ചടിക്ക നടപടികൾ ആരംഭിച്ച പാർട്ടി നേതൃത്വം സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന രഞ്ജിത്തിനെ ഓഫീസ് ചുമതലയടക്കം എല്ലാവിധ സംഘടനാ ചുമതലകളിൽ നിന്നും അടിയന്തരമായി നീക്കിയിരിക്കുകയാണ്. ഇവർക്ക് പുറമെ മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന സമിതി അംഗം പാങ്ങപ്പാറ രാജീവ് എന്നിവർക്കെതിരെയും പാർട്ടി ഔദ്യോഗികമായി നടപടിയെടുത്തിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ ഇപ്പോൾ പുറത്തും വന്നിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന ചില പ്രധാന കാര്യങ്ങളും കണക്കുകളും പരിശോധിക്കുമ്പോൾ ഈ ചതിപ്രയോഗത്തിന്റെ ആഴം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ചില നേതാക്കൾ ബാങ്കുകളിലെ തങ്ങളുടെ വലിയ സ്വകാര്യ ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർത്തു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇതിൽ ഏറ്റവും ഗൗരവകരമായത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ നേതാവ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ ബാങ്കിൽ നിലനിന്നിരുന്ന തൻ്റെ വ്യക്തിപരമായ 40 ലക്ഷത്തോളം രൂപയുടെ കുടിശ്ശികയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ ഒരൊറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായി അടച്ചു തീർത്തത്. പെട്ടെന്ന് ഇത്രയും വലിയ തുക ഈ നേതാവിന് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചോദ്യം ഉയർന്നതോടെയാണ് ഈ നഗ്നമായ ലംഘനങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നു തുടങ്ങിയത്. തിരുമല പ്രസിഡന്റായിരുന്ന സഹകരണ സംഘം വായ്പാ തട്ടിപ്പിലും പേര് കേട്ട സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത് തനിച്ച് മാത്രം 1.5 കോടി രൂപയുടെ തിരിമറിയാണ് നടത്തിയിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം സ്വന്തം ചെലവിൽ സൗജന്യമായി പ്രിന്റ് ചെയ്ത് സംസ്ഥാനത്തേക്ക് എത്തിച്ചു നൽകിയ കൊടികളും ചിഹ്നങ്ങളും നൽകിയ വകയിൽ അഞ്ജന രഞ്ജിത്ത് നടത്തിയ ഈ ഭീമമായ വെട്ടിപ്പിൽ പണം കൊണ്ടുവന്ന പെട്ടികൾ വരെ കാണാതായ വിചിത്രവും അപൂർവമായ ക്രമക്കേടുകളാണ് കേന്ദ്ര ഓഡിറ്റിൽ തെളിഞ്ഞിരിക്കുന്നത്. സൗജന്യമായി കിട്ടിയ സാധനങ്ങളുടെ പേരിൽ താഴെത്തട്ടിലെ ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും വലിയ തുകകൾ ഇവർ പിരിച്ചെടുക്കുകയായിരുന്നു. തട്ടിയെടുത്ത പണം ഉടനടി തിരിച്ചടച്ചില്ലെങ്കിൽ അഞ്ജനയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ നീക്കം നടക്കുന്നത്. നിലവിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ചുമതലയിൽ നിന്ന് മാറ്റിയ അഞ്ജനയ്ക്ക് പകരമായി മറ്റു ചുമതലകളൊന്നും നൽകിയിട്ടുമില്ല. മറ്റൊരു പ്രധാന വെട്ടിപ്പ് നടന്നിരിക്കുന്നത് ഹെലികോപ്റ്റർ വാടക ഇനത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് 100 മണിക്കൂർ സമയത്തേക്ക് ഹെലികോപ്റ്റർ സേവനം ഉപയോഗപ്പെടുത്താനായിരുന്നു കരാർ ഒപ്പിട്ടിരുന്നത്. എന്നാൽ അത്രയും സമയം ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം. എന്നിട്ടും കരാർ പ്രകാരമുള്ള മുഴുവൻ തുകയും ചെലവഴിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ചില നേതാക്കൾ വ്യാജമായി എഴുതിയെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കളും താരപ്രചാരകരും കേരളത്തിലെത്തിയപ്പോൾ അവർക്ക് ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്ത വകയിലും വലിയ തോതിൽ പണം തട്ടിയെടുത്തു. ഹോട്ടലുകളിലെ യഥാർത്ഥ വാടക നിരക്കിനേക്കാൾ കൂടുതൽ തുക ബില്ലുകളിൽ എഴുതി ചേർത്തുകൊണ്ട് നേതാക്കൾ പാർട്ടി കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആധുനിക തെരഞ്ഞെടുപ്പ് പ്രചരണം കേവലം ഒരു ചുവരെഴുത്തുകളിലോ പൊതുജനങ്ങളിലേക്കോ അല്ലെങ്കിൽ പൊതുയോഗങ്ങളിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് BJP ഇത്തവണ കളത്തിലിറങ്ങിയത്. ഇതിനായി പാർട്ടി രൂപീകരിച്ച IT സെൽ വിഭാഗത്തിനാണ് മറ്റൊരു വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെയും പ്രമുഖ നേതാക്കളെയും പോഡ്കാസ്റ്റുകളും അതുപോലെ തന്നെ പെയ്ഡ് ഇന്റർവ്യൂകളും ചെയ്യുന്നതിനായി വിവിധ യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും അങ്ങോട്ട് പണം നൽകേണ്ടതുണ്ടായിരുന്നു. 1 ലക്ഷം രൂപ നൽകേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അതിനേക്കാൾ കൂടുതൽ തുക നേതാക്കൾ വ്യാജമായി കണക്കിൽ എഴുതി ചേർത്ത് വലിയ തോതിൽ പകരം വകമാറ്റി എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഈ ഭാഗത്തിൽപ്പെട്ട ഒരു IT സെൽ നേതാവ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ 17 ലക്ഷം രൂപയുടെ പുത്തൻ കാർ വാങ്ങിയത് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. ആളുകൾ പലതരത്തിൽ വായ്പ എടുത്തൊക്കെ വാഹനം വാങ്ങാമെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇതൊന്നും കൂടാതെ കർണാടകയിൽ മുമ്പ് BJP വിജയകരമായി നടത്തിയതുപോലെ കേരളത്തിലും വൻതോതിൽ ഡ്രോണുകൾ പറത്തിക്കൊണ്ട് ഡ്രോൺ ഷോ നടത്താൻ വലിയൊരു തുക എഴുതിയെടുത്തിരുന്നു. എന്നാൽ സാധാരണക്കാരായ വോട്ടർമാരെ ആകർഷിക്കാൻ ഉദ്ദേശിച്ചുള്ള അങ്ങനെ ഒരു ഷോ കേരളത്തിൽ എവിടെയും നടന്നിട്ടേ ഇല്ല എന്ന് കേന്ദ്ര ഓഡിറ്റിംഗ് സംഘം പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. അതായത് ജനങ്ങളെയും കേന്ദ്രത്തെയും ഒരേപോലെ പറ്റിച്ച് വലിയ ചതിപ്രയോഗമാണ് സംസ്ഥാന നേതാക്കൾ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആരോപണങ്ങൾ. 12 കോടിയുടെ വൻ സാമ്പത്തിക ക്രമക്കേടിൽ അഞ്ജന രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ കേവലം കണ്ണികൾ മാത്രമാണെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം.
ഫണ്ട് വിതരണത്തിലും കൈകാര്യം ചെയ്യുന്നതിലും നേരിട്ടിടപെട്ട സംസ്ഥാനത്തെ ഒരു മുതിർന്ന BJP നേതാവിൻ്റെ അനുമതിയോടെയാണ് ഇത്തരം വലിയ തോതിലുള്ള തിരിമറി നടന്നതെന്നാണ് സൂചനകളെല്ലാം. ഇയാളിലേക്ക് കേന്ദ്ര ഓഡിറ്റിംഗ് സംഘവും പാർട്ടിയുടെ അന്വേഷണ മുനയും എത്തുന്നതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാന BJPയിലെ കൂടുതൽ പ്രമുഖ നേതാക്കളുടെ തലയുരുളുമെന്നാണ് സൂചനകളെല്ലാം. സാമ്പത്തിക ക്രമക്കേട് പുറത്തു വന്നതോടെ BJPക്കുള്ളിൽ കടുത്ത പുകച്ചിലും വടംവലിയുമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വൻതോതിൽ ഫണ്ട് വിനിയോഗം ചെയ്യപ്പെടുമ്പോഴും താഴെത്തട്ടിലുള്ള B ക്ലാസ് C ക്ലാസ് ബൂത്ത് കമ്മിറ്റികൾക്ക് കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച നിശ്ചിത തുകകൾ പോലും കൃത്യമായി എത്തിച്ചു നൽകില്ല എന്നുള്ള പരാതി സ്ഥാനാർത്ഥികളായ ചില നേതാക്കൾ തന്നെ കേന്ദ്രത്തിന് കൈമാറിയിട്ടുമുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒരു പരിധിവരെ പണം എത്തിയെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് അർഹതപ്പെട്ട ഫണ്ട് ലഭിച്ചിട്ടില്ല. തങ്ങൾക്ക് കിട്ടേണ്ട പണം എവിടെ പോയി എന്നുള്ള ചോദ്യം താഴെത്തട്ടിൽ നിന്നും ശക്തമായതോടെയാണ് അഴിമതിയുടെ അടിയൊഴുക്കുകൾ പുറത്തു വന്നത്. വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ ചില സംഘടനകൾക്ക് നൽകാമെന്നേറ്റ തുക നൽകാതെ നേതാക്കൾ മുഖ്യ വിവരവും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ RSS നേതൃത്വവും കടുത്ത അമർഷവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. ഈ ഫണ്ട് വെട്ടിപ്പിൽ ഒരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നും സമഗ്രമായ പാർട്ടി തല അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി സൃഷ്ടിക്കണമെന്നും RSS വളരെ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ RSS നേതൃത്വം മുമ്പത്തെ പോലെ BJPക്കൊപ്പം അത്ര സജീവമായി കളത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. പാർട്ടിക്കായി ജീവനും ജീവിതവും ഒഴിഞ്ഞു വെച്ച സാധാരണക്കാരായ അണികളെയും വോട്ടർമാരെയും വഞ്ചിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിനായി കോടികൾ പോക്കറ്റിലാക്കിയ ഈ നേതാക്കളുടെ നടപടി RSSനൊട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംഭാവനകളും അസറ്റുകളുമുള്ള ഏറ്റവും പണമുള്ള രാഷ്ട്രീയ പാർട്ടി BJP ആണെന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളം രാഷ്ട്രീയമായി പിടിച്ചെടുക്കുക എന്ന ദൂരവ്യാപകമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വം കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഉദാരമായി ഒഴുക്കിയിരുന്നത്. BJP മുമ്പ് ഇത്തരത്തിലുള്ള സാമ്പത്തിക വിവാദങ്ങൾ ചെന്ന് പെട്ടിട്ടുമുണ്ട്. തൃശ്ശൂർ ഭാഗത്തുള്ള വിവാദങ്ങളും തിരുവനന്തപുരത്തെ പ്രമുഖ നേതാവ് സാമ്പത്തിക സുതാര്യതയില്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യവുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതിനെയെല്ലാം അതിലംഘിക്കുന്ന തരത്തിലുള്ള നഗ്നമായ അഴിമതി വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തില്ല. അദ്ദേഹം ബിസിനസ് കാര്യങ്ങളിലും മറ്റും തിരക്കിലായതിനാൽ സംഘടനാ രംഗത്ത് മുഴുവൻ സമയ ശ്രദ്ധ പുലർത്താൻ കഴിയുന്നുമില്ല എന്നൊരു ആക്ഷേപം കൂടി പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ അവസരം മുതലെടുത്താണ് മറ്റ് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് ചതി നടത്തിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം ഈ വാർത്തകളെല്ലാം പൂർണ്ണമായി നിഷേധിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ഇത് കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ ഇന്റേണൽ ഓഡിറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ BJPക്ക് കഴിയുകയുമില്ല. ഇതേ സാഹചര്യം കേരളത്തിലെ മറ്റ് പ്രധാന പാർട്ടികളായ CPMലോ കോൺഗ്രസിലാണ് ഉണ്ടായതെങ്കിൽ ഇന്റേണൽ റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ ED എന്ന രണ്ടക്ഷരം അവിടേക്ക് ചാടി വീഴുമായിരുന്നു എന്നുള്ളതും രാഷ്ട്രീയ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് രാജ്യം ഭരിക്കുന്ന BJP ആയതുകൊണ്ട് ED വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വരും ദിവസങ്ങളിൽ BJPക്കുള്ള തന്നെ അണികൾ കൂടി ഈ വിഷയത്തെ കടുത്ത പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം ജില്ലാ തലത്തിൽ മാത്രമല്ല താഴെത്തട്ടിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ അടിയൊഴുക്കുകൾ പുറത്തു വരുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു സജീവ ചർച്ചാ വിഷയമായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്.